ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി യുപിയിൽ 1015 പേരെ കരുതൽ തടങ്കലിലാക്കി യോഗി സർക്കാർ. സംഭരിലെ പള്ളികൾ മൂടിയതിനു പുറമെയാണ് 1015 പേരെ കരുതൽ തടങ്കലിലാക്കിയത്. ക്രമസമാധാനം ഉറപ്പാക്കാനെന്ന് പറഞ്ഞാണ് നടപടി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്വേഷം വിതറാനുള്ള നീക്കം അത് തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഒട്ടനവധി പേരെ, ഏകദേശം 1015 പേരെ തടങ്കലിലാക്കിയൊരു സ്ഥിതി കൂടിയുണ്ട്. തീർച്ചയായും ഈ ഹോളി ആഘോഷവും മുസ്ലിം വിഭാഗത്തിന്റെ റംസാനിലെ പ്രത്യേക വെള്ളിയാഴ്ച പ്രാർത്ഥനയും ഒരേ ദിവസം വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സംഘപരിവാർ. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ നടപടികളൊക്കെ തന്നെയും യോഗി ആദിത്യനാഥ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി മുസ്ലിം പള്ളികളൊക്കെ തന്നെയും ടാർപോളിൻ കൊണ്ട് മൂടുന്ന ഒരു നടപടിയിലേക്ക് നേരത്തെ കടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭലിൽ 1015 പേരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. സംഭൽ പള്ളികൾ മൂടിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി സംഭൽ ഭരണകൂടം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട ഈ 1015 പേരെ ഈ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം അക്രമങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആളുകളെ കരുതൽ തടങ്കലിൽ ഇട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സംഭൽ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും രാജ്യത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ മേഖലകളിലൊക്കെ തന്നെയും വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി വലിയ രീതിയിലുള്ള ഹോളി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. ഇതിന് പിന്നോടിയായാണ് നിരവധി മേഖലകളിൽ ഇത്തരത്തിൽ പള്ളികൾക്ക് മേലെയും അതോടൊപ്പം മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും ഒരു അക്രമം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശങ്ങളും വിദ്വേഷ പ്രവർത്തികളും യു പി സർക്കാരിനെ പ്രത്യേകിച്ചും BJP സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ ഈ സംഭൽ ജമാ മസ്ജിദിൽ കൂട്ടപ്രാർത്ഥനയ്ക്ക്, അതായത് വെള്ളിയാഴ്ച ദിവസം കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള സമയം നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഇത് ഈ ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് പാടില്ല എന്നൊരു ഉത്തരവാണ് ഇപ്പോൾ നേരത്തെ സംഭൽ ജില്ലാ ഭരണകൂടം ഇറക്കിയിട്ടുള്ളത്. അതായത് ഉച്ചയ്ക്ക് 2:30 ശേഷം മാത്രമേ ഇത്തരത്തിൽ സംഭലിലെ ഈ തർക്ക പള്ളിയിൽ കൂട്ടപ്രാർത്ഥന അനുവദിക്കൂ എന്ന ജില്ലാ ഭരണകൂടം നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. യു പി സർക്കാരിന്റെയും യു പി പോലീസിന്റെയും പ്രത്യേക ഉത്തരവിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി യോഗി ആദിത്യനാഥ് സർക്കാരും അതോടൊപ്പം BJP സർക്കാരും മുന്നോട്ട് പോകുന്നത്. അബ്ദുൾ റഷീദ്, അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ പള്ളികൾ മൂടുന്നു, അതിനു പുറമെ തന്നെ ഒട്ടനവധി പേരെ 1015 പേരെ തടങ്കലിലാക്കുന്നു. അപ്പോൾ ഈ പറയുന്നത് ന്യായീകരണങ്ങളൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കണം. ക്രമസമാധാനം എന്നൊരു പേര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ UP സർക്കാർ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ക്രമസമാധാനത്തിന്റെ പേരിൽ വ്യക്തികളുടെയും അതോടൊപ്പം മറ്റു മതവിഭാഗക്കാരുടെയും മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഈ BJP സർക്കാരും പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥ് സർക്കാർ കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഈ പള്ളികൾ മൂടുകയും അതോടൊപ്പം ഈ പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ തന്നെയും ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇത് ഈ അക്രമങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാനോ കേന്ദ്ര സർക്കാരോ മറ്റോ സംസ്ഥാനങ്ങളിലുള്ള BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട CPIM അടക്കമുള്ളവരൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. അതായത് ഈ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർക്കാർ മുസ്ലിങ്ങളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും അതോടൊപ്പം സമാധാനപരമായി ഹോളി ആഘോഷിക്കാൻ കേന്ദ്രം നടപടികൾ സ്വീകരിക്കണമെന്നും ഒക്കെ തന്നെയും നേരത്തെ CPIM പോളിറ്റ് ബ്യൂറോയും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വിഭാഗത്തെ പ്രത്യേകമായി മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ 1015 പേരെ ഈ അക്രമത്തിന്റെ ഭാഗമായി തടയുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ തടങ്കലിൽ ആക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. ശരി, വ്യക്തമാണ്. സംഭലിൽ പള്ളികൾ മൂടിയതിന് പുറകെ 1015 പേരെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ക്രമസമാധാനം എന്നൊരു പേര് പറഞ്ഞാണ് ഈ ഒരു നടപടിയൊക്കെ തന്നെ UP സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.